സംവിധായകൻ വിനയൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് രീതിയിൽ സംസാരിക്കുന്നവർ നമ്മുടെ മന്ത്രിമാർ വരെ ചിലർ സംസാരിക്കുന്നത് ഞാൻ കണ്ടു, സിനിമാക്കാർ സംസാരിക്കുന്നത് കണ്ടു. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും ഉറക്കം നടിക്കരുത്. അത് ഇൻഡസ്ട്രിയെ കൂടുതൽ കുഴപ്പത്തിലോട്ട് കൊണ്ടുവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശക്തമായിട്ട് നടപ്പാക്കണം. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിന്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ശക്തമാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല. ഇപ്പോൾ പറയുന്ന ഈ 15 അംഗ അവർ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിനെ പറ്റി മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ, തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അന്ന് ആ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയത് താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. യൂണിയനാണ് ആദ്യമായിട്ട് അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് സംവിധായകരുടെയും ക്യാമറാമാൻ്റെയും ഒക്കെ ഉണ്ടാക്കിയത്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഡ്രൈവർമാരുടെയും അസിസ്റ്റന്റുമാരുടെയും പാത്രം കഴുകുന്ന പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെയും ഒക്കെ യൂണിയനാണ് ആദ്യം ഉണ്ടാക്കിയത്. ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി വലിയ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷെ അതെല്ലാം ഈ പറയുന്ന, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ വരേണ്യവർഗത്തിനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, മാക്ട തകർത്തതിൻ്റെ മുന്നിൽ നിന്നതൊരു നടനായിരുന്നു. അദ്ദേഹം 40 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ആ സിനിമ ചെയ്യണമെങ്കിൽ സംവിധായകനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ മാക്ട അന്ന് ന്യായത്തിൻ്റെ കൂടെ നിന്നു, നിർമ്മാതാവിൻ്റെ കൂടെ നിന്നു. അതിൻ്റെ പേരിൽ ആ നടൻ സംഘടനയെ തകർത്തു. ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ 10-12 വർഷമായിട്ട് വിലക്കനുഭവിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കാനുള്ള കാരണം ആ ഇഷ്യൂ ആയിരുന്നു. പല രീതിയിലും വിനയന്റെ നേതൃത്വത്തിലുള്ള മാക്ട ഫെഡറേഷൻ, ആദ്യമായിട്ട് മാക്ട ഫെഡറേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് 150 രൂപ ശമ്പളമുള്ള ഡ്രൈവർമാർക്ക് അത് 300 ആക്കണം എന്നും പറഞ്ഞ് ഡിമാൻഡ് കൊടുത്ത് സമരം വരെ ചെയ്തു. ആ കാലം തൊട്ട് ചരിത്ര പ്രാധാന്യമുള്ള റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ മാക്ട രൂപീകരണത്തിൽ പ്രമുഖ പങ്ക് വഹിച്ചിട്ടുള്ള സംവിധായകൻ എന്ന നിലയിൽ കൂടി അതിൻ്റെയൊക്കെ പ്രാധാന്യം ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ് സംവിധായകൻ വിനയൻ.